നമ്മളൊക്കെ പറഞ്ഞ പോലെ തന്നെ ജാഫർ അങ്കിൾ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നാടകീയമായിട്ടുള്ള കുറെ രംഗങ്ങൾ അരങ്ങേറുന്നു. പ്രിയ കലാസ്നേഹികളെ, പ്രച്ഛന്നൻ പ്രകാശം തട്ടിക്കൂട്ടി തട്ടക്കേറ്റുന്ന അടുത്ത നാടകം. എന്തൊരു ദുഃഖം ഉണ്ടായാലും നിനക്ക് ഇതിൽ നോക്കിക്കൂടെ? ഇതിൽ നോക്കിയിട്ട് അത്താടെ ഉമ്മാടെ ഒക്കെ മുഖങ്ങൾ കണ്ടൂടെ? പൊന്നോ ഒടുക്കത്താ. പിന്നെ മോനെ എൻഫോഴ്സേ, ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? അതുകൊണ്ട് ആ ഒരൊറ്റ ഇതിൽ മോളെ ഓർക്ക് എന്നെ ഓർക്ക് ഉമ്മായി ഓർക്ക് എല്ലാം കാണുന്നുണ്ട്. ജനങ്ങളിലേക്ക് പോരുന്നു മോളെ, അത്രേ ഉള്ളൂ. അത്തായിക്കും ഉമ്മായിക്കും ഒന്നുമില്ല. സ്റ്റാർട്ട് ടു എൻഡ് ഇറങ്ങുന്നത് വരെ മൊത്തം സ്ക്രിപ്റ്റ് ആയിരുന്നു. കണ്ട എല്ലാവർക്കും അത് മനസ്സിലാവും. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ആ പന്നി. ബിഗ് ബോസ് നല്ല അന്തസ്സായിട്ട് വെള്ള പേപ്പറിൽ വെള്ള പൂശാൻ വേണ്ടി നല്ല അടിപൊളി സ്ക്രിപ്റ്റ് ആണ് എഴുതി കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ജാഫർ അങ്കിൾ അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. നൈസ്, വെരി 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 നൈസ്. ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റ് ആയിട്ട് ചെയ്യും. ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. ജാഫർക്ക പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിലും അവളോട് പറയുന്നു മാല അങ്ങ് ഊരിയെടുത്തു, മാല ഊരിത്തരണം. ജാസ്മിൻ എന്തെന്തായാലും ഇല്ല, മാല തരാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ ഒരു സീൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മാല ഊരുമ്പോഴും ജാസ്മിൻ നോക്കുന്നത് ക്യാമറയാണ്. കിട്ടുന്നുണ്ടല്ലേ? ആ ശരി. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. എഗെയിൻ രണ്ടുപേരും ജാഫർക്കും ജാസ്മിന്റെ ഉമ്മയും കൂടി നാഴികക്ക് 45 വട്ടം പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ്, ഞങ്ങളത് ഗെയിമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഗെയിമായിട്ട് പോണ്ടേ? അതായത് ഉറപ്പായിട്ടും വേണം അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. ഗെയിമിൽ കളിക്കുന്ന ഗെയിം കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒന്നായിരിക്കണം. എല്ലാവരുമായിട്ട് ഒരു ഇതായിരിക്കണം. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്. ആരെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.